ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ 4 മണി ചായയുടെ കൂടെ കഴിക്കാനൊക്കെ വേണ്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വാരിച്ചുട്ട പത്തിരിയാണ് റെഡിയാക്കുന്നത്. ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്. കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന സൂപ്പർ പത്തിരിയാണ് കേട്ടോ. അപ്പോൾ നോക്കാം. അപ്പോൾ ഈ ഒരു പത്തിരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി കുറച്ച് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തേങ്ങ കുറച്ച് കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഇത്തിരി കൂടുതലുണ്ടെങ്കിൽ നന്നായിരിക്കും. കഴിക്കുന്ന സമയത്ത് കറിയൊന്നും ഇല്ലാതെ കഴിക്കുന്ന സമയത്ത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് പാകത്തിന് പച്ചവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ ചപ്പാത്തിയുടെ പോലെ കുഴച്ചെടുക്കുകയും വേണ്ട, ഗോതമ്പ് ദോശയുടെ അത്രയ്ക്ക് ലൂസും അല്ല. ഈ ഒരു രീതിയിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. ഏകദേശം ഒരു 1.25 കപ്പ് വെള്ളമൊക്കെ മതിയാവും. കറക്റ്റ് അളവല്ല കേട്ടോ, നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. അതായത് നമ്മളിങ്ങനെ കോരി ഇങ്ങനെ ആവുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ താഴേക്ക് ചാടുന്ന പോലെ ഇതുപോലെ ആക്കിയാൽ മതി. അപ്പോൾ അതിന് പാകത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ പത്തിരി ചുട്ടെടുക്കാം. ഇനി ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് ഒന്ന് തടവി കൊടുക്കുക. ഓയിൽ എന്തായാലും വേണ്ട കേട്ടോ, വെളിച്ചെണ്ണയിൽ തന്നെയായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഈ കല്ലിലേക്ക് മാവ് ഒഴിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ കൈ കുറച്ച് വെള്ളത്തിലൊന്ന് തൊട്ട് കൊടുക്കുക, പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ എന്നിട്ട് പാകത്തിനുള്ള മാവ് എടുത്തിട്ട് ദോശക്കല്ലിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈ ഒന്നുകൂടെ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് കയ്യിൽ ഇത്തിരി നനവുണ്ടാവണം. എന്നിട്ട് ഇതുപോലെ അങ്ങ് കൈ വെച്ചിട്ട് തന്നെ പരത്തി കൊടുത്താൽ മതി. എളുപ്പത്തിൽ നമുക്ക് പരത്തി കൊടുക്കാൻ പറ്റും. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ ചൂടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ദോശക്കല്ലിൽ നല്ല ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ കയ്യിൽ വെള്ളം തട്ടി ഇങ്ങനെ തൊടുമ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങനെ പരന്ന് വന്നോളും. അപ്പോൾ ഇടയ്ക്കൊരു ഇത്തിരി ഒരുപാട് വെള്ളമാക്കണ്ട, ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കാൻ പാകത്തിന് മാത്രം ഇതുപോലെ മൊത്തത്തിലൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ദോശയൊക്കെ ചുടുന്ന അത്രയ്ക്ക് കനം കുറയേണ്ട ആവശ്യമില്ല. കുറച്ചൊരു കട്ടിയിൽ തന്നെയായിരിക്കും പത്തിരി ഉണ്ടാവുക. എന്നാൽ ഒരുപാട് കട്ടിയല്ല, പാകത്തിന് ചുട്ടെടുക്കാൻ പാകത്തിനുള്ളൊരു കട്ടിയിലാക്കി എടുത്താൽ മതി. കുറച്ച് സമയം ഇങ്ങനെ വെക്കുമ്പോഴേക്കും അത് ഒരു ഭാഗം വെന്ത് വരാനായിട്ട് തുടങ്ങും. അത്യാവശ്യം അടിഭാഗം വേവുന്ന സമയത്ത് തിരിച്ചിട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ കല്ലിൽ ഒട്ടി പിടിക്കുന്ന പ്രശ്നം ഉണ്ടാവും. അപ്പോൾ തിരിച്ചിടുന്നതിന് മുൻപായിട്ട് ഒരു ഇത്തിരി വെളിച്ചെണ്ണ കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. തിരിച്ചു മറിച്ചൊക്കെ ഇടുന്ന സമയത്ത് ഇത്തിരി വെളിച്ചെണ്ണ ഇതുപോലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതലുണ്ടാവും. പിന്നെ ഒരുപാട് വെളിച്ചെണ്ണ വേണ്ടാത്തവർക്കാണെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഭാഗം പിന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളൂ. ആദ്യം തന്നെ അത്യാവശ്യം വെന്തിട്ടാണല്ലോ നമ്മൾ തിരിച്ചിട്ടത്. അങ്ങനെ ഒരു 1-2 തവണ കൂടെ തിരിച്ചിടണം. എന്നാലാണ് കുറച്ചുകൂടി ഒന്ന് മുരിഞ്ഞിട്ട് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുക. കാരണം കുറച്ചൊരു കട്ടിയിലല്ലേ, എന്നാലും പെട്ടെന്നായി കിട്ടിക്കോളൂ. പിന്നെ അത്യാവശ്യം ഒന്ന് മുരിച്ചെടുക്കുകയാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ചൂടോട് കൂടി തന്നെ കട്ടൻ ചായയുടെ കൂടെ ഇങ്ങനെ മുറിച്ച് കഴിക്കാനായിട്ട് സൂപ്പറായിരിക്കും. നെയ്യ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ആക്കിയിട്ട് ലാസ്റ്റ് എടുക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ള പത്തിരിയൊക്കെ ചൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദോശക്കല്ലിന് ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടി പിടിക്കുന്ന പ്രശ്നം വരും. അപ്പോൾ നിങ്ങൾക്ക് പരത്താൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കല്ലിന് ചൂട് കൂടിയിട്ടുണ്ടാവും, നന്നായിട്ടൊന്ന് തീ കുറച്ച് വെക്കുക. പിന്നെ ഒരു ചെറിയ ചൂടിൽ തന്നെ ചുട്ടെടുക്കുകയാണ് നല്ലത് കേട്ടോ. കാരണം പെട്ടെന്ന് കളർ മാറും, ഉള്ളിൽ വേവാത്ത പ്രശ്നം വരും തീ കൂട്ടി വെക്കുകയാണെങ്കിൽ. അപ്പോൾ എപ്പോഴും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുക്കുക, നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കുക. അപ്പോൾ ബാക്കിയുള്ള എല്ലാം തന്നെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. ഇതുപോലെ നല്ലോണം മുരിച്ചെടുക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു പത്തിരി നല്ല ചൂടോടുകൂടെ തന്നെ കഴിക്കുമ്പോൾ തന്നെ കേട്ടോ ടേസ്റ്റ് ഉള്ളൂ. ആ കല്ലിൽ നിന്ന് ഇങ്ങനെ ചുട്ടെടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ മുറിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് പോരാ കേട്ടോ. പിന്നെ കറി കൂട്ടി കഴിക്കാനും അത്രയ്ക്ക് പോരാ. ശരിക്കും ചായയുടെ കൂടെ, കട്ടൻ ചായയുടെ കൂടെ കാപ്പിയുടെയൊക്കെ കൂടെ വെറുതെ കടിച്ച് കഴിക്കാൻ തന്നെയാണ് ടേസ്റ്റ് ഉള്ളത്. കുറേ ആളുകളൊക്കെ എപ്പോഴും ചെയ്യുന്ന റെസിപ്പി തന്നെയായിരിക്കും. എന്നാലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്